ഇനി ആരും എന്നെ സ്നേഹിക്കണ്ട. എന്നെ സ്നേഹിക്കുന്നവരുടെ ജീവനാണ് നിനക്ക് വേണ്ടതെങ്കിൽ എന്റെ ജീവൻ ഞാൻ തരാം. ഞാൻ ചായ വാങ്ങി വരട്ടെ? എനിക്കൊന്നും വേണ്ട മോനെ. മുത്തച്ഛനെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. തീരെ അവശനാ മുത്തച്ഛൻ. അമ്മ അങ്ങോട്ട് ചെന്നാ ഞാൻ പോയി ചായ വാങ്ങി വരാം. എനിക്കിവിടുന്ന് എഴുന്നേക്കാൻ കഴിയില്ല മോനു. കവിത അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. രാജു, നീയും കൂടി ചെല്ല്. അച്ഛനെ കൊണ്ടൊരു ചായ എങ്കിലും ഒന്ന് കുടിപ്പിക്കാൻ നോക്ക്. മുത്തച്ഛന് ഒന്നിനും വഴങ്ങില്ല. ഞാൻ പറഞ്ഞു നോക്കിയതാ. വല്യേച്ചിയുടെ സംസാരം കൂടി ആയപ്പോ മുത്തച്ഛനിപ്പോ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാ. സഞ്ജു, ഈ ബ്ലഡ് വീണ ഡ്രസ്സൊക്കെ ഒന്ന് മാറണ്ടേ? ഷോപ്പൊക്കെ ഇപ്പൊ അടച്ചിട്ടുണ്ടാവും. ഞാനും രാജുവും കൂടെ നിന്റെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം. ആ, മനു പറയുന്നത് ശരിയാ. ഞങ്ങൾ വേഗം പോയിട്ട് വരാം സഞ്ജു. വേണ്ട, ഇതിന്റെ സ്വാതിയുടെ ചോര. അവളകത്ത് ജീവന് വേണ്ടി പിടയ. അവളുടെ ചോരയായി ഞാനിവിടെ നിൽക്കും. രാജു, നീ മുത്തച്ഛൻ്റെ അടുത്തുണ്ടാവണം. ആ, ചെല്ല്. അമ്മോ, അമ്മോ, ഇവളെ റൂമിലില്ലല്ലോ. അമ്മോ, അമ്മോ, അമ്മോ. ബാഗ് ഇവിടെ തന്നെ ഉണ്ടല്ലോ. അമ്മോ, അമ്മോ. ദിനേശേട്ടാ, അമ്മൂനെ റൂമിൽ കാണുന്നില്ല. നീ ബാത്റൂമിൽ നോക്കിയോ? എല്ലായിടത്തും നോക്കി, അമ്മ റൂമിലും ഇല്ല. ദിനേശേട്ടാ, അവൾ ഒന്ന് പോയി നോക്ക്. എന്റെ തല പെരുക്കുന്നു. നീ പരിഭ്രമിക്കാതെ. അവൾ എവിടെ പോവാനാ? ഇവിടെ തന്നെ ഉണ്ടാവും. ശ്രീദേവി ഏട്ടത്തിയുടെയും ശ്രീകുട്ടിയുടെയും റൂമുകളിൽ പോയി നോക്ക്. ഞാൻ കിച്ചണിൽ പോയി നോക്കാം. എന്റെ ദൈവമേ, ഈ കുട്ടി എങ്ങോട്ട് പോയി? അമ്മോ, 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 അമ്മോ. ശ്രീദേവി ഏട്ടത്തിയുടെ മുറിയിലും ഇല്ല. അമ്മോ, സ്വാതിയുടെ മുറിയിൽ കാണോ? കണ്ടോ? അവിടെ ഒന്നും അവളെ കാണുന്നില്ല ദിനേശേട്ടാ. ഈ വീട്ടിൽ അമ്മ ഇല്ല. ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കൂ. ആരോടും പറയാതെ രാത്രി അവൾ എങ്ങോട്ട് പോകാനാ? ശ്രീകുട്ടിയുടെ കാര്യം നമ്മൾ സംസാരിച്ചത് അമ്മ കേട്ടു കാണും. ഞാൻ അങ്ങനെയാ സംശയിക്കുന്നത്. ദൈവമേ, ചതിച്ചോ?
സഞ്ജുനെ വിളിച്ചെന്ന് പറ. ഞാൻ ബാൽക്കണിയിൽ ഒന്ന് നോക്കട്ടെ. നീ പോയി ടെറസിൽ നോക്ക്. പോ വേഗം. എന്താ അങ്കിളെ? മോനെ, അമ്മൂനെ വീട്ടിൽ കാണാനില്ല. അങ്കിൾ എന്തൊക്കെയാ പറയുന്നത്? രാത്രിയിൽ അവൾ എവിടെ പോവാനാ? ഇങ്ങോട്ട് അവള് വന്നിട്ടില്ല. നീ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കാവേരിയോട് സംസാരിച്ചപ്പോ അവൾ മറഞ്ഞു നിന്ന് കേട്ടുന്ന എനിക്ക് തോന്നുന്നത്. ഈ വീട്ടിൽ അവളെ നോക്കാൻ ഒരു സ്ഥലം പോലും ഇനി ബാക്കിയില്ല. അമ്മു ടെറസിലും ഇല്ല ദിനേശേട്ടാ. അവള് ജീവനൊടുക്കാൻ ഇറങ്ങിപ്പോയതാ. ശ്രീകുട്ടി ഇല്ലാതെ അവള് ജീവിക്കില്ല. ദൈവങ്ങളെ, ഞങ്ങളെ എന്തിനെങ്ങനെ പരീക്ഷിക്കുന്നത്? എന്താ സഞ്ജു? എടാ, അമ്മൂനെ വീട്ടിൽ കാണുന്നില്ലെന്ന് സ്വാതിയുടെ നില അവൾ അറിഞ്ഞു. നീ ഒന്ന് വേഗം വീട്ടിലേക്ക് ചെല്ലു സഞ്ജു. ആ ടെറസിന്റെ ഭാഗത്ത് അവള് കാണും. ഇനി അവള് ജീവിച്ചിരിക്കില്ലടാ. നീ ചെല്ല്. ഇവിടെ എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ തന്നെ വിളിച്ചോളാം. എടാ ഒന്ന് ചെല്ല് സഞ്ജു. എന്റെ ദൈവമേ, സഞ്ജു എത്തുന്നത് വരെ അമ്മൂനെ കാത്തോളണേ. എന്താ? അമ്മ ഒന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തു. അവൻ ഭ്രാന്ത് പിടിച്ചിങ്ങോട്ട് വരുന്നുണ്ടാവും. നീ കിച്ചണിൽ പോയി ഒന്നുകൂടെ നോക്ക്. കിച്ചണിൽ നിന്നും പുറത്തേക്കുള്ള വാതിൽ തുറന്നു കിടപ്പുണ്ടോ നോക്ക്. എന്നിട്ട് അച്ഛന്റെ റൂമിലും കൂടെ നോക്ക്. ഇത് ആദ്യം കുറ്റിയിട്ടിരിക്കുകയാണല്ലോ. കാവേരി, കാവേരി! കിച്ചണിലും ഇല്ല, പുറത്തേക്കുള്ള വാതിലിട്ട് തുറന്നിട്ടുമില്ല. മുൻവശത്തെ വാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുക. അമ്മ വീട് വിട്ട് പോയിട്ടില്ല. അവൾ വീടിനുള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ അവളിത് എവിടെ പോയി? അവൾ ഈ വീട്ടിൽ നോക്കാൻ ഇനി എവിടെയെങ്കിലും സ്ഥലമുണ്ടോ? വല്യച്ചയുടെയും കവിതേച്ചയുടെയും മുറികൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അവൾ അവിടെ പോവില്ല. ഇനി എന്താ? ടെറസിൽ നിന്നങ്ങനെ അവൾ. അയ്യോ, മുറ്റത്ത് ചെന്നൊന്ന് നോക്ക് ദിനേശേട്ടാ. എനിക്കിനി ഒന്നിനും വയ്യ. അങ്ങനെ എന്തെങ്കിലും ഒരു കടുങ്കൈ അവള് കാണിച്ച അവൾ ആരായിരുന്നു എന്ന സത്യം എല്ലാവരും അറിയും. ഇതിനായിരുന്നു ദൈവമേ നമ്മൾ അവളെ കുട്ടി ഇങ്ങോട്ട് വന്നത്. ഒന്ന് ചെന്ന് നോക്ക്. എന്തായി? എല്ലായിടത്തും നോക്കി അവളെ. മോനെ, അവള് വീട് വിട്ട് പുറത്ത് പോയിട്ടില്ല. പുറത്തേക്കുള്ള വാതിൽ അകത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുക. അവൾ വീട്ടിൽ തന്നെ ഉണ്ട്. ടെറസിൽ പോയി നോക്കിയോ? അവൾ അവിടെ ചെന്നിരിക്കാറുണ്ട്. ടെറസിലൊന്നും അവളില്ല സഞ്ജു. ഞാൻ നോക്കിയതാ അവിടെയൊക്കെ. മോനെ സഞ്ജു, സഞ്ജു, സഞ്ജു! അമ്മു, അമ്മു! അവള് വീടിനുള്ളിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വാതിലകത്തുനിന്ന് ലോക്കാന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? മോനെ, ടെറസിൽ നിന്ന് അങ്ങനെ അവൾ. My God. ദിനേശേട്ടാ, എന്റെ ദൈവമേ! മോളെ അമ്മു, എന്തിനാ നീ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്?
മോളെ അമ്മു. അമ്മു, അമ്മു, പെട്ടെന്ന് എടുക്ക. സൂക്ഷിച്ച്. ഞാൻ വണ്ടി എടുക്കട്ടെ. പെട്ടെന്ന് വാ. സ്വാതിയുടെ ബൈസ്റ്റാൻഡർ ആരാ? എന്താ സിസ്റ്റർ? പേഷ്യന്റിന്റെ ബ്ലഡ് വേണ്ടിവരും. ബി നെഗറ്റീവാ പേഷ്യന്റ് ഗ്രൂപ്പ്. ഓ നെഗറ്റീവോ ബി നെഗറ്റീവോ ബ്ലഡ് ഗ്രൂപ്പുള്ള ഡോണറെ വേണ്ടത്. എത്രയും വേഗം ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെടണം. ബി നെഗറ്റീവ് നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ലല്ലോ. അത് പിന്നെ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പുമായി ശ്രീകുട്ടിയുടെ ചേരില്ലെന്ന് വല്യേച്ചിക്ക് അറിയാലോ. എന്റെ കുട്ടിക്ക് ബ്ലഡ് കൊടുക്കാനുള്ള യോഗം പോലും എനിക്കില്ലല്ലോ. രാജു, നിന്റെ ഗ്രൂപ്പ് ചേരുവടാ? ഇല്ല ശ്രീദേവമേ. അല്ല, സഞ്ജു ഈ നേരത്തെ എവിടെ പോയി? എവിടെടാ സഞ്ജു? അച്ഛന്റെ റൂമിനുണ്ടെങ്കിൽ ചെന്ന് വിവരം അറിയിക്ക് ചെല്ല്. സഞ്ജു വീട് വരെ പോയിരിക്കുക. ഒരാവശ്യം വന്നിട്ട് അവൻ പോയതാ. സഞ്ജു വീട്ടിൽ പോയെന്നോ? എല്ലാവരും ഇവിടെ മനസ്സൊരുക്കി കഴിച്ചു കൂട്ടുമ്പോ എന്തിനാ അവൻ വീട്ടിലേക്ക് പോയത്? കാര്യമൊന്നും അവൻ എന്നോട് പറഞ്ഞില്ല. ഉടനെ വരാന്ന് പറഞ്ഞാ പോയത്. അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സഞ്ജു പോവില്ല. ചോരക്കറ പിടിച്ച ഷർട്ട് പോലും മാറാൻ കൂട്ടാക്കാതെ നിന്നത് അവൻ. രാജു, എന്താ വീട്ടിൽ സംഭവിച്ചത്? പറയടാ. നിന്നോട് പറയാതെ അവൻ പോവില്ല. നിനക്കറിയാം അവൻ എന്തിനാ ഈ സമയത്ത് വീട്ടിലേക്ക് പോയതെന്ന്. അത് അമ്മൂനെ വീട്ടിൽ കാണുന്നില്ലെന്ന് ദിനേശങ്ങള് വിളിച്ചു പറഞ്ഞു. ഈശ്വര, അവൾ ഇറങ്ങിപ്പോയോ? എന്റെ ദൈവമേ. ഇറങ്ങിപ്പോയവളുടെ പിന്നാലെ പോയിരിക്കാണോ അവൻ? ഓ, കഷ്ടം തന്നെ. അവന് ശ്രീകുട്ടിയാണോ വലുത് അമ്മുവാണോ? കൂടെ ജീവിക്കേണ്ട പെണ്ണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോ തന്നിഷ്ടം പോലെ ഇറങ്ങിപ്പോയ വീട്ടുജോലിക്കാരിയുടെ പിന്നാലെ അവൻ ഓടിയിരിക്കുന്നു. എന്തിനാ കവിതയപ്പച്ചി അവനെ വെറുതെ കുറ്റപ്പെടുത്തുന്നത്? അവൻ അനുഭവിക്കുന്ന വേദന നിങ്ങൾ അതൊന്ന് മനസ്സിലാക്ക്. സ്വാതി കണ്ണു തുറന്ന അമ്മൂനെ അന്വേഷിക്കുക. അമ്മു ഇറങ്ങിപ്പോയിന്ന് പറഞ്ഞ സ്വാതി സഹിക്കോ? അവള് കണ്ണു തുറന്നിട്ട് അന്വേഷിച്ചു പോകാമല്ലോ. അത്രയേ ഞാൻ പറഞ്ഞോളൂ. ഒരാവശ്യം വന്നപ്പോ ഇപ്പോ അവൻ ഇവിടെ ഉണ്ടോ? അവള് കാരണം എന്റെ മോൾക്ക് ഈ അവസ്ഥ വന്നതെന്ന് അറിഞ്ഞിട്ടും സഞ്ജു പിന്നാലെ പോവാൻ പാടില്ലായിരുന്നു. ആ നാശം എവിടെയെങ്കിലും പോയി തൊലയട്ടെ എന്ന് കരുതണമായിരുന്നു. അവള് പോയത് മൂന്നാറിലേക്ക് തന്നെയാ. സഞ്ജു അവിടെ വരെ പോവാതെ അവളെ എങ്ങനെ കണ്ടുപിടിച്ച് കൊണ്ടുവരാനാ? ദൈവമേ, ബ്ലഡിന് വേണ്ടി ഞാൻ ഇനി എങ്ങോട്ട് ഓടാന്? കവിതേ, നിന്റെ ഓഫീസിൽ ആരോടെങ്കിലും വിളിച്ചൊന്ന് ചോദിക്കേ, ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിൽ ആരെങ്കിലും ഉണ്ടോന്ന് പ്ലീസ്. വിളിക്കാമല്ലേ ചേച്ചി? ഇനി എന്റെ മുന്നിൽ കണ്ട ഞാൻ ജീവനോടെ വെച്ചേക്കില്ലെന്ന് അവക്കറിയാം. എന്റെ മോള് പോയില്ല ദൈവമേ. സഞ്ജു അല്ലേ അത്? ആ, കാവേരിയപ്പച്ചി ദിനേശങ്ങളുണ്ടല്ലോ കൂടെ.
അയ്യോ അയ്യോ മോളെ അമ്മു അമ്മോ അമ്മ എന്താ പറ്റിയേ മോളെ അമ്മോ അയ്യോ അമ്മു മോളെ എന്താ അമ്മൂന് പറ്റിയേ മോളെ എടാ അമ്മു അമ്മോ എന്താണ് എന്റെ കൊച്ചിന് പറ്റിയേ ഇപ്പൊ ഒന്ന് പറ അമ്മോ മോളെ നിങ്ങളൊന്ന് മാറി നിൽക്കേ. പേഷ്യന്റ് ആരും തുടരുത്. അകത്തേക്ക് കൊണ്ടുപോകും. അയ്യോ അമ്മോ മോളെ അമ്മോ എന്താണ് അവൾക്ക് പറ്റിയേ എന്താ പറ്റിയെന്ന് പറ എന്താ പറ്റിയെന്ന് അല്ല അവളെ കാണാനില്ലെന്നല്ലേ കേട്ടത്, പിന്നെന്താ ഇങ്ങനൊരവസ്ഥയില്? അമ്മ കൈഞ്ഞെരുമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്റെ ദൈവമേ, അമ്മുവിനെ കാണാതെ വീട് മുഴുവൻ തെരഞ്ഞിട്ടാ സഞ്ജുനെ വിളിച്ചത്. ശ്രീകുട്ടിയുടെ റൂമിലും ഞങ്ങൾ പോയി നോക്കിയിട്ട് കണ്ടില്ല. സഞ്ജു കട്ടിലിനപ്പുറം താഴെ ചോരയിൽ കുളിച്ചു കിടന്ന അമ്മുവിനെ കണ്ടത്. നെഞ്ചില് അവളുടെ ശ്രീകുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട്. അവളത് ചെയ്തിട്ട് ഒരുപാട് സമയമായിട്ടുണ്ടെന്നാ തോന്നുന്നത്. എന്റെ ദൈവമേ, ഞാൻ ഇതുകൂടി എങ്ങനെ സഹിക്കും? കവിതേ, മരിക്കാൻ വേണ്ടി അവളത് ചെയ്തെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇതവളുടെ അഭിനയമൊന്നും നമുക്കറിയില്ല. സഹതാപം പിടിച്ചു പറ്റാനുള്ള അടവ്. ഇപ്പൊ എന്റെ മോളുടെ അടുത്ത് അവളെത്തി. എനിക്ക് മനസ്സിലാവുന്നില്ല കവിതേ, ആ പെണ്ണും എന്റെ മോളും തമ്മിലുള്ള ബന്ധം. ഐസിയുവിലും അവരൊരുമിച്ച്. എനിക്ക് നന്നായിട്ടറിയാം വല്യേച്ചിയുടെ മനസ്സ്. മകളുടെ സ്നേഹത്തിന് മുന്നിൽ രണ്ടാം തരക്കാരിയായി പോകുന്നതിന്റെ വേദനയാ അമ്മുവിനോടുള്ള പക. എന്താ വല്യേച്ചി, മെഡിസിൻ കഴിച്ചില്ലേ? മനസ്സിലെന്തോ ഒരു തളർച്ച പോലെ. മനസ്സ് പതറി തുടങ്ങാൻ വല്യേച്ചിയെ ഞാൻ വിട്ടിട്ട് വേണ്ടേ? രണ്ടിലൊരാൾ തീരണം. എന്ത് കേസാ? സൂയിസൈഡ് അറ്റംപ്റ്റ്. ആ ബെഡിലേക്ക് മാറ്റൂ. ശരി. ആ കെട്ടഴിക്കൂ. ബ്ലഡ് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പേഷ്യന്റിന്റെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കി ബ്ലഡിന്റെ അവൈലബിലിറ്റി ഉറപ്പാക്കണം. ശരി ഡോക്ടർ. വേഗം വേണം. പുറത്തുള്ളവരെ വിവരം അറിയിച്ചോളൂ.